ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇടയ്ക്ക് വിഷ്ണുവേട്ടന് തലയ്ക്കൊരു വേദന വരാറുണ്ട്. ആ സമയത്ത് ബോധം മറഞ്ഞു പോകുന്നത് പോലെ തോന്നാറുണ്ടെന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോ അങ്ങനെ വല്ലതുമാണോ? ഇനി വല്ല ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഇത്ര നേരം ആയില്ലേ മാഡം? ഇതിനോടകം ഹോസ്പിറ്റലുകാർ ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഫോൺ വിളിക്കുകയും ചെയ്തേനെ. മാത്രമല്ല സ്റ്റേഷനിൽ ഫോൺ കോൾ വരും. ഇതുവരെ അങ്ങനെ ഒരു കോൾ വരാത്ത സ്ഥിതിക്ക് ആ വഴിക്ക് സാധ്യത ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എവിടെ? ഞാൻ ഇവിടെ അകത്തേക്ക് കയറാതെ ഇരിക്കുന്നത് തന്നെ അകത്ത് രണ്ടുപേരെ എന്നിൽ നിന്നും വരുന്ന വാക്കുകളും പ്രതീക്ഷയുണ്ട് കാത്തിരിക്കുന്നതുകൊണ്ട്. അവരോട് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇതിനിടയിൽ എനിക്ക് എന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ പോലും സാധിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അകത്ത് കയറി അവർക്ക് ധൈര്യം കൊടുക്കുക? എടുത്തമ്മേ, നമ്മളിനിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല കമല. എനിക്കൊന്നും ചെയ്യാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല. ഞാനിപ്പോ ചത്ത് മരവിച്ച അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന. അപ്പോ സത്യമ്മ, എനിക്കറിയില്ല എന്താണ് അവസ്ഥയെന്ന്. എനിക്കറിയില്ല. ഞാനും നീയും പിടിച്ചു നിൽക്കുന്ന പോലെയൊന്നും ആ പാപത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. വിഷ്ണുവേട്ടനെ കണ്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരമ്മയാ അത്. എന്ത് പറഞ്ഞാ ആ അമ്മയെ ഞാനൊന്ന് ആശ്വസിപ്പിക്കുക? എനിക്കാവില്ല. എനിക്കൊന്നിനും ആവില്ല. ഒന്നിനും. ഇന്നലെ വരെ ചിരിച്ചും ചിരിപ്പിച്ചും കളിച്ചും നടന്ന എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഇല്ലിപ്പോ. എവിടെ പോയെന്ന് ചോദിച്ചാ ആർക്കും ഉത്തരവില്ല. ഞാൻ എന്താ ചെയ്യണ്ട? എനിക്കെന്റെ കുഞ്ഞിനെ ഇപ്പൊ കാണണം. സത്യമേ, അവരെല്ലാരും വിഷ്ണുവിനെ തിരക്കി പല ഭാഗത്തേക്ക് നടക്കുക. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടെന്താ എന്റെ മോനെ കുറിച്ച് മാത്രം ഒരു വിവരം കിട്ടാത്ത? അവനെന്താ മായായി പോയോ? ശാലിനി, അവളെ ഒന്ന് വിളിച്ചേ. അവളെ കൊണ്ട് എന്റെ മോനെ കണ്ടുപിടിച്ചു തരാൻ പറ്റില്ലെന്ന് ചോദിക്കേ. ശാലിനി കുഞ്ഞ് ആ പോലീസുകാരോട് സംസാരിച്ചോണ്ടിരിക്കുക. സത്യമേ, ആരോട് സംസാരിച്ചാലും വേണ്ടില്ല. എനിക്ക് എന്റെ മോനെ വേണം. അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സത്യഭാമ ഇനി ജീവിച്ചിരിക്കില്ല. ഞാനും ചാവും. ഈ വീട് ഞാൻ കത്തിക്കും. എന്റെ മോനില്ലാത്ത വീട് എനിക്ക് വേണ്ട. ഒരാളും വേണ്ട ഇവിടെ. ഒരാളും വേണ്ട. കൂട്ടത്തോടെ എല്ലാരും ഞാൻ കത്തിക്കും. കൂട്ടത്തോടെ എല്ലാവർക്കും മരിക്കാം. കൊല്ലും ഞാൻ എല്ലാരും. കൊല്ലും. സത്യമേ, ഞാൻ അതല്ലാതെ എന്താ ചെയ്യാ? എന്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കേണ്ട. എന്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കേണ്ട. അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് ജീവിക്കാനാവില്ല.